നിങ്ങളെ ഫോൺ നിങ്ങളോട് മാണ്ടാണ്ട് ചൂടാകുന്നുണ്ടോ? ആന്ന് വെറുതെ ഇങ്ങനെ വെച്ചയക്കും, ഒന്നും ചെയ്യുന്നുണ്ടാകില്ല ഫോണിനോട്. എന്നാലും അതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴോട്ട് എന്തോ ദേഷ്യം പിടിച്ചതിൻ്റെ തൊട്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നിങ്ങളെ ഫോൺ ഇങ്ങനെ ചൂടാകുന്നുണ്ടെങ്കിൽ, മാണ്ടാണ്ട് ചൂടാകുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സെറ്റിങ്സ്, 1-2 സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഒരു പരിധി വരെ ഈ സെറ്റിങ്സ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളെ ചൂടായാലും നിങ്ങളെയല്ല ഫോണിൻ്റെ ചൂടായാലും കുറയ്ക്കാനാവും. എന്നോട് പറഞ്ഞേ തെറ്റിപ്പോയിക്കണ്ട, എന്നോട് ചൂടാകണ്ട. ഏതായാലും ഏതൊക്കെയാണ് സെറ്റിങ്സ് എന്ന് പറയാം. നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് പോയാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓൾ സർവീസസ് എടുത്തിട്ട് കുറച്ച് താഴേക്ക് പോയാൽ പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ എന്നുള്ള ഈ ഭാഗം ഒന്ന് ഞെക്കിയിട്ട് ഇവിടെ 4 കത്തി കിടക്കുന്നുണ്ടാവും. അതങ്ങ് ഓഫായി കളയുക 4. ഇവർ ബാക്ക്ഗ്രൗണ്ട് കുത്തിറിഞ്ഞ് നമ്മളെ ഡിവൈസ് ഡാറ്റകളൊക്കെ ഇവരെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിൽക്കാന്ന്. ഇങ്ങനെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ മൊബൈൽ നെറ്റിൻ്റെ നഷ്ടം, ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറയൽ, അത് കൂടാണ്ട് പ്രോസസ്സറിന് ഓവർ ലോഡായിട്ട്, അതായത് പ്രോസസ്സറിന് നമ്മൾ അധിക ഭാരം കൊടുത്തിട്ട് ജോലി കൊടുത്തിട്ട് അതിങ്ങനെ നമ്മളോട് ചൂടാകുകയും ചെയ്യുക. അപ്പോൾ ഈ പ്രശ്നം അവിടെ പരിഹരിക്കുക. ഒരു പരിധി വരെ ഫോണിൻ്റെ ചൂടായാൽ കുറയ്ക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ വേറെ ഒന്നുകൂടിയും കാണിച്ചു തരാം. നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാകുകയല്ലേ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, വേറെ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ഫോൺ വാങ്ങുന്നവരുള്ളതുണ്ടാവും. എന്തൊക്കെയായാലും ഇതിലൊരു 10% പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകുകയില്ല. അത് സത്യമല്ലേ? 100 ആപ്പിൻ്റെ ഒരു 10 നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകും, ബാക്കിയൊക്കെ വെറുതെ ഇട്ടായിരിക്കും. ഇങ്ങനെ വെറുതെ ഇട്ട ഈ ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് പലതും. അതിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മളെ ഫോൺ ചൂടാവും, ബാറ്ററി ചാർജ് തീരും, അതുപോലെ ഇൻ്റർനെറ്റ് അവർ യൂസ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. അതിനുള്ളൊരു സെറ്റിങ്സ്. അതിന് പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ തന്നെ പ്രൊഫൈൽ ഭാഗം കാണാം. അതൊന്ന് ഞെക്കിയിട്ട് കുറച്ച് താഴേക്ക് പോയാൽ സെറ്റിങ്സ് കാണാം. അതുമേലൊന്ന് കുത്തിയിട്ട് ഇവിടെ മേലെ ജനറൽ എന്നുള്ള സംഭവമുണ്ട്, അതൊന്ന് എടുത്തിട്ട് കുറച്ച് താഴേക്ക് പോയാൽ ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എന്നുള്ള ഇത് ഓഫിലുണ്ടാകുക. അതൊന്നങ്ങ് ഓണാക്കിയത്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനൊക്കെ നമ്മളെ സ്റ്റോറേജ് ലോ ആകുന്നവരോ പിന്നെ അല്ലാണ്ട് ഒരുപാട് യൂസ് ചെയ്യാണ്ടിരിക്കുന്നവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ആർക്കൈവിലേക്ക് പോകും. നമുക്ക് ആവശ്യമുള്ളവർ അതിങ്ങ് എടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ ഈ 2 സെറ്റിങ്സ് നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നത്, ഫോൺ നമ്മളോട് മാണ്ടാണ്ട് ചൂടാകുന്നത്, ഇൻ്റർനെറ്റ് വേഗം തീർന്ന്, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനാവും. ഇതൊന്നും ആരും അങ്ങനെ ചെക്ക് ചെയ്യലില്ല, മാറ്റം വരുത്തലുമില്ല. ഏതായാലും നിങ്ങളങ്ങ് മാറ്റം വരുത്തിയേക്ക്. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കിൻ്റെ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.